പാലക്കാടിനെ ഇളക്കിമറിച്ച് പ്രധാന സേവകന്റെ റോഡ് ഷോ. 5 വിളക്കിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. റോഡിന്റെ ഇരുവശങ്ങളിലുമായി 10,000-ലധികം പേരാണ് പ്രധാനമന്ത്രിയെ വരവേറ്റത്. NDA സ്ഥാനാർത്ഥികളും പ്രധാനമന്ത്രിക്കൊപ്പം റോഡ് ഷോയിൽ അണിനിരന്നു. വിവരങ്ങളുമായി അരുൺ ആലത്തൂരും അരുൺ കൊടുങ്ങൂരും മനോജും സോണൽ കൃഷ്ണയും ചേരുന്നുണ്ട്. പാലക്കാട് നിന്ന് ആദ്യം അരുൺ ആലത്തൂരിലേക്കാണ്. അരുൺ, ഏതായാലും വലിയ രീതിയിലുള്ള ആവേശം തന്നെയാണ് ഈ റോഡ് ഷോയിൽ ഉടനീളം കാണാൻ കഴിഞ്ഞത്. പ്രധാനമന്ത്രി എത്തുന്ന ആ ഒരു സമയത്തിനായി മണിക്കൂറുകൾക്ക് മുൻപേ പാലക്കാട് വന്ന് പ്രധാനമന്ത്രിയെ ഒരു നോക്ക് കാണാനുള്ള കാത്തിരിപ്പിലായിരുന്നു BJP പ്രവർത്തകർ മാത്രമല്ല, സാധാരണ ജനങ്ങൾ ഉൾപ്പെടെ. അത്രയധികം ആവേശം തന്നെയാണ് ഇന്ന് പാലക്കാട് കാണാനായത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വലിയ ആവേശം തന്നെയാണ് ഇന്ന് പാലക്കാട് റോഡ് ഷോയിലും. പ്രധാനമന്ത്രിയെ വരവേറ്റുകൊണ്ട് 10,000-ലധികം പേരാണ് പാലക്കാടേക്ക് എത്തിയത്. സാധാരണ ജനങ്ങൾ ഉൾപ്പെടെയുള്ളവർ പ്രധാനമന്ത്രിയെ ഒരു നോക്ക് കാണാനായി പാലക്കാടേക്ക് എത്തിയിരുന്നു. റോഡിന് ഇരുവശവും പ്രധാനമന്ത്രിയെ വരവേൽക്കാനുള്ള കാത്തിരിപ്പിൽ തന്നെയായിരുന്നു പ്രവർത്തകരും സാധാരണക്കാരും ഉൾപ്പെടെ. അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, ഏതായാലും വലിയ ആവേശം തന്നെയാണ് ഇന്ന് പാലക്കാട് കാണാൻ കഴിഞ്ഞത്. ഇത് രണ്ടാം തവണയാണ്, കഴിഞ്ഞ ഒരാഴ്ചക്കിടെ രണ്ടാം തവണയാണ് കേരളത്തിലേക്ക് പ്രധാന സേവകൻ എത്തുന്നത്. ഒരുപക്ഷേ രാവിലെ മുതൽ തന്നെ പാലക്കാടേക്ക് എത്തി പ്രധാനമന്ത്രിയെ ഒരു നോക്ക് കാണാനുള്ള കാത്തിരിപ്പിലായിരുന്നു ഈ പ്രവർത്തകരും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാരും. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? പാലക്കാടിനെ ഇളക്കിമറിച്ച റോഡ് ഷോയാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്നത്. കഴിഞ്ഞ ദിവസം കോയമ്പത്തൂരിലും വലിയ രീതിയിലുള്ള റോഡ് ഷോ സംഘടിപ്പിച്ചിരുന്നു. ഇതിനുശേഷമാണ് ഇന്ന് രാവിലെയോടെ പ്രധാനമന്ത്രി പാലക്കാടേക്ക് എത്തിയത്. 1 കിലോമീറ്റർ നീളുന്ന റോഡ് ഷോ. റോഡിനിരുവശവും തടിച്ചുകൂടി പതിനായിരക്കണക്കിന് ആളുകളാണ് പ്രധാന സേവകനെ വരവേൽക്കാനായി പാലക്കാടേക്ക് എത്തിയിരുന്നത്. NDA സ്ഥാനാർത്ഥികളും പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. വലിയ ആത്മവിശ്വാസമാണ് NDA സ്ഥാനാർത്ഥികൾക്ക് പ്രധാനമന്ത്രിയുടെ സന്ദർശനം നൽകുന്നത്. പാലക്കാട് നിന്ന് കിരൺ ചേരുന്നുണ്ട്. കിരൺ, വിശദാംശങ്ങൾ. രാജീവ്, അല്പസമയം മുമ്പാണ് ആവേശകരമായ ഒരു റോഡ് ഷോ ഈ വഴിയിലൂടെ കടന്നുപോയത്. ഈ പാലക്കാട് പ്രധാനമന്ത്രി പങ്കെടുത്ത ഈ റോഡ് ഷോ കടന്നുപോയ ഒരു വഴിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും വലിയൊരു ആവേശകരമായ റോഡ് ഷോ ആയിരുന്നു ഇവിടെ നടന്നത്. റോഡിൻ്റെ ഇരുവശവും ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും ഈ ബാരിക്കേഡുകളുടെ ഈ ഇരുവശം മുഴുവനും നേരത്തെ ജനസാഗരം കൊണ്ട് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു ഉണ്ടായത്. ഈ പ്രധാനമന്ത്രിയുടെ കടന്നു പോകുന്നതിന് ശേഷം ഇപ്പോൾ ഈ റോഡുകളെല്ലാം തന്നെ തുറന്നു കൊടുത്ത് സാധാരണഗതിയിലേക്ക് ഇതിലെ ഗതാഗത സംവിധാനങ്ങൾ എത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഏതായാലും അല്പസമയം മുമ്പുള്ളായിരുന്ന ഒരു കാഴ്ച മുഴുവനും BJP പ്രവർത്തകരെ കൊണ്ട് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു പാലക്കാടിൻ്റെ ഈ വഴിയിലുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ കടന്നുപോയ ഈ 5 വിളക്ക് മുതൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് വരെയുള്ള 1 കിലോമീറ്ററോളം ദൂരം ഇതിൽ 10,000-കണക്കിന് BJP പ്രവർത്തകരെ അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയെ വരവേൽക്കാനും അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിക്കാനും വേണ്ടി തടിച്ചുകൂടി നിൽക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു ഏതായാലും നേരത്തെ പാലക്കാട് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. വലിയൊരു ആവേശം പ്രവർത്തകർക്കിടയിൽ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഏതായാലും BJPയുടെ ഒരു വിജയപ്രതീക്ഷ അത് പാലക്കാട് വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു റോഡ് ഷോ തന്നെയാണ് ഇന്ന് പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം തന്നെ പാലക്കാടുള്ള BJP സ്ഥാനാർത്ഥി, ഒപ്പം തന്നെ പൊന്നാനിയിലെയും മലപ്പുറം മണ്ഡലങ്ങളിലെയും BJP സ്ഥാനാർത്ഥികൾ കൂടി അദ്ദേഹത്തിനോടൊപ്പം തന്നെ ഏതായാലും ഈ റോഡ് ഷോയിൽ പങ്കെടുത്തിരുന്നു. നേരത്തെ ഈ റോഡ് ഷോയ്ക്ക് ശേഷം BJP പ്രവർത്തകരും നേതാക്കളടക്കം പ്രതികരിച്ചൊരു കാര്യമുണ്ട്. ഈ പാലക്കാടുള്ള BJPയുടെ വിജയപ്രതീക്ഷയ്ക്ക് വലിയ രീതിയിൽ തന്നെ ആക്കം കൂട്ടുന്ന ഒരു സംഭവമാണ് ആ ഒരു പ്രവൃത്തിയാണ് ഇന്ന് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയിലൂടെ ഉണ്ടായിട്ടുള്ളത്. പലപ്പോഴും പ്രധാനമന്ത്രി പാലക്കാട് എത്തിയിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു റോഡ് ഷോ പാലക്കാട് നടക്കുന്നത് ആദ്യമായിട്ടാണ്. ഈ BJPക്ക് ഏറെ പ്രതീക്ഷയുള്ള അല്ലെങ്കിൽ BJPയുടെ A ശ്രേണി മണ്ഡലത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു മണ്ഡലമാണ് പാലക്കാട്. പലതവണ BJP ചരിത്രപരമായിട്ടുള്ള പല വിജയങ്ങളും ഈ പാലക്കാടിൻ്റെ മണ്ണിൽ നേടിയിട്ടുണ്ട്. 2 തവണ പാലക്കാട് നഗരസഭ പിടിച്ചെടുത്തത് ഈ ആദ്യം ഈ ഭരണത്തിലേക്ക് എത്തുകയും പിന്നീട്
ഭരണ തുടർച്ചയുണ്ടാകുന്നതും. ഇത് കേരളത്തിലെ ആദ്യ സംഭവം. ഈ ചരിത്രം കുറിച്ചത് പാലക്കാടിന്റെ മണ്ണിലാണ്. വലിയൊരു വോട്ട് നേടിക്കൊണ്ട് വിജയപ്രതീക്ഷകളിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം ആദ്യം എത്തുന്നത് അതും പാലക്കാടിന്റെ മണ്ണിലാണ്. ഇങ്ങനെ നോക്കിയാൽ വലിയൊരു പ്രതീക്ഷയോടുകൂടി തന്നെ ആ പ്രതീക്ഷ പങ്കുവെക്കുന്ന തരത്തിലുള്ള ഒരു റോഡ് ഷോ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രിയുടെ വരവിലൂടെ ആ ഒരു പ്രതീക്ഷയ്ക്ക് വലിയ രീതിയിൽ തന്നെ ശക്തി പകർന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഏതായാലും BJP പ്രവർത്തകരും നേതാക്കളും പങ്കുവച്ചിരിക്കുന്നത്. പാലക്കാടിന്റെ വിദൂര പ്രദേശങ്ങളിൽ നിന്നടക്കം നിരവധി പ്രവർത്തകരാണ് പ്രധാനമന്ത്രിയെ കാണാനായിട്ട് ഇന്ന് പാലക്കാട് നഗരത്തിലേക്ക് എത്തിയിരുന്നത്. രാജീവ്. കിരൺ തുടരുക. ഇപ്പോൾ മനോജ് കൂടി ചേരുന്നുണ്ട് പാലക്കാട് നിന്ന്. മനോജ്, നമുക്കറിയാം കഴിഞ്ഞ ഒരു മാസത്തിനിടെ മാത്രം 5 തവണയാണ് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ഓരോ കേരള സന്ദർശനവും NDA ക്യാമ്പിന് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. അതായത് മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഒരുപക്ഷെ പരിഗണന ഇപ്പോൾ കേരളത്തിന് പ്രധാനമന്ത്രി നൽകുന്നു. മാത്രമല്ല കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നായാലും അത്തരം പരിഗണനകൾ തന്നെയാണ് കേരളത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. ദേശീയപാത വികസനം ഉൾപ്പെടെ നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിന് മെച്ചപ്പെട്ട പരിഗണന കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട്. ഇതിനൊപ്പമാണ് NDA ക്യാമ്പിന് വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം നൽകിക്കൊണ്ട് പ്രധാനമന്ത്രി കൂടുതൽ തവണ കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്ന് പാലക്കാടും വലിയ ആത്മവിശ്വാസം NDA ക്യാമ്പുകൾക്ക് നൽകുന്നുണ്ട് ഈ തടിച്ചുകൂടിയ ജനസഞ്ചയം, അല്ലേ? തീർച്ചയായും രാജീവ്, പ്രധാനമന്ത്രിയുടെ ഓരോ സന്ദർശനവും ഇവിടെയുള്ള പ്രവർത്തകർക്കും അതോടൊപ്പം തന്നെ പൊതുജനങ്ങൾക്കും വലിയ ആത്മവിശ്വാസവും പ്രതീക്ഷയും നൽകുന്നത് തന്നെയാണ്. കാരണം പ്രധാനമന്ത്രി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഒട്ടനവധി പദ്ധതികൾ ഈ പാലക്കാടിലെ ജനത ഉൾപ്പെടെ സ്വീകരിച്ചു കഴിഞ്ഞു. കാരണം നിരവധിയായിട്ടുള്ള ജനക്ഷേമ പദ്ധതികളാണ് ഈ കേന്ദ്ര സർക്കാർ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകിയിട്ടുള്ളത്. അമൃത് പദ്ധതി ഉൾപ്പെടെ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ചർച്ചയായ, അതായത് റെയിൽവേ സ്റ്റേഷനുകളും അതോടൊപ്പം തന്നെ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും ഒക്കെ വികസനത്തിന്റെ പാതയിലേക്ക് നയിച്ചുകൊണ്ട് ഈ കേരളത്തിന്റെ മണ്ണിനെ കൂടെ വികസനത്തിന്റെ പാതയിലേക്ക് കൈപിടിച്ചുയർത്തിയ ഒരു സർക്കാർ, ആ സർക്കാരിനെ നയിക്കുന്ന പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നിരവധിയധികം ജനങ്ങളാണ് അദ്ദേഹത്തിന്റെ ഓരോ സന്ദർശനത്തിലും തിരുവനന്തപുരത്തും കൊച്ചിയിലും തൃശ്ശൂരിലും അടക്കം നേരത്തെ കണ്ടതാണ്. വൻ ജനസഞ്ചയം തന്നെയാണ് അദ്ദേഹത്തെ സ്വീകരിക്കാൻ എത്തിയത്. അതോടൊപ്പം തന്നെ ഇന്ന് പാലക്കാട്ടിലേക്ക് എത്തിയ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനും അതിനേക്കാൾ ഇരട്ടി ജനങ്ങൾ ഇവിടെ തടിച്ചുകൂടി. ഈ റോഡ് ഷോ നടന്നപ്പോൾ റോഡ് ഷോയ്ക്ക് ഇരുവശത്തും നമ്മൾ കണ്ടതാണ് നിരവധി ജനങ്ങൾ അദ്ദേഹത്തെ കാണുവാൻ വേണ്ടി, പ്രധാനമന്ത്രിയെ നേരിട്ട് കാണുവാൻ വേണ്ടി ഇവിടെ എത്തിയിരുന്നു. BJP പ്രവർത്തകർക്ക് പുറമെ പൊതുജനങ്ങളും ഈ റോഡ് ഷോയിൽ പങ്കെടുത്ത് അദ്ദേഹത്തെ കാണുവാൻ വേണ്ടി ഇവിടെ എത്തിയിരുന്നു. എന്തായാലും അദ്ദേഹം ഇന്ന് ഈ മേഴ്സി കോളേജ് ഹെലിപാഡിലേക്ക് എത്തിയപ്പോൾ തന്നെ ഈ പ്രവർത്തകർക്കെല്ലാം തന്നെ വലിയ ആവേശമായി. രാവിലെ തന്നെ നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തെ സ്വീകരിക്കാനെത്തിയ കൗൺസിലർമാരുൾപ്പെടെ വ്യക്തമാക്കിയതുമാണ്. കാരണം ഓരോ പദ്ധതികളും ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെ ഈ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് അവരും പറയുന്നത്. അവർക്കൊക്കെ വലിയ തരത്തിലുള്ള ആത്മവിശ്വാസമാണ് പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തിലൂടെ ലഭിച്ചിരിക്കുന്നത്. ഓരോ പ്രവർത്തകരും അവരുടെയൊക്കെ പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുന്നത് തന്നെയാണ് പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ തന്നെ 400-ലധികം സീറ്റുകളുമായി NDA മുന്നണി വീണ്ടും അധികാരത്തിലേറും. അതിൽ കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികളും ഉണ്ടാകുമെന്നുള്ള ആത്മവിശ്വാസം തന്നെയാണ് അവർക്ക് ഓരോരുത്തർക്കുമുള്ളത്. കാരണം A ക്ലാസ് മണ്ഡലമായ പാലക്കാട്, അതുപോലെ തന്നെ മറ്റ് മണ്ഡലങ്ങൾ ഉൾപ്പെടെ ഈ വലിയ പ്രതീക്ഷയാണ് ജനങ്ങൾക്ക് നൽകുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് ഈ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയിൽ പങ്കെടുത്ത സ്ഥാനാർത്ഥികളും നമുക്കറിയാം കരുത്തരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ തന്നെയാണ് NDA ഇപ്രാവശ്യം മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതൊക്കെ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ്. കാരണം കേരളത്തിൽ വികസനമില്ല, അല്ലെങ്കിൽ കേരളത്തിൽ കേന്ദ്രമൊന്നും നൽകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുപ്രചരണങ്ങൾ നടത്തുന്നവർക്കൊക്കെ തികച്ചും മറുപടി നൽകിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഓരോ പദ്ധതികളും കേരളത്തിലെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതൊക്കെ തന്നെ ഇന്ന് കൗൺസിലർമാരും വ്യക്തമാക്കിയിട്ടുണ്ട്. അവരുടെ, അതായത് സാധാരണക്കാർക്കിടയിലേക്ക് കേന്ദ്ര പദ്ധതികൾ എത്തിക്കുവാൻ വേണ്ടി അവർ പ്രവർത്തിച്ചതും അതോടൊപ്പം തന്നെ അതൊക്കെ കൃത്യമായും നിരീക്ഷിച്ചുകൊണ്ടാണ് കേന്ദ്ര നേതൃത്വം മുന്നോട്ട് പോകുന്നത്. എന്തായാലും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിലൂടെ പ്രവർത്തകർക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ പ്രവർത്തിക്കാനുള്ള ആ ഊർജം കിട്ടിക്കഴിഞ്ഞു. അതൊക്കെ ഇന്ന് അവരുടെ ആ പ്രതികരണങ്ങളിലൂടെ നമ്മൾ കണ്ടതാണ്. എന്തായാലും ഈ ഒരു സന്ദർശനം, ഈ ഒരു റോഡ് ഷോ ദൃശ്യങ്ങളിലൂടെയൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് ഓരോ പ്രവർത്തകരും വലിയ ആത്മവിശ്വാസത്തോടു കൂടി മോദിജിയെ കണ്ടുകൊണ്ട് മോദിജിയെ ആ ഒരു റോഡ് ഷോയിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇരുവശത്തും ആരവങ്ങൾ ഉയർത്തിക്കൊണ്ട് വലിയ ഒരു ആത്മവിശ്വാസം നൽകുകയാണ്. NDA സംബന്ധിച്ചോളം NDAയുടെ ഓരോ ക്യാമ്പുകളിലും ഈ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഊർജ്ജസ്വലമായിട്ടുള്ള ആ ഒരു പ്രവർത്തകരുടെ ആത്മവിശ്വാസം എന്തായാലും ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. കാരണം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രചരണം മുന്നോട്ട് പോകുകയാണ്.
പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തോടുകൂടി ഈ പാലക്കാടും ഇനി ദേശീയതയുടെ പാതയിൽ മുന്നോട്ട് വരും. അത് കൃത്യമായും ചരിത്രത്തിൽ ഇടം നേടുമെന്നുള്ള കാര്യം തന്നെയാണ് ജനങ്ങളും പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിലും പ്രധാനമന്ത്രിയുടെ സന്ദർശനം വീണ്ടും കേരളത്തിൽ ഉണ്ടാകുമോ എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ജനങ്ങളൊക്കെയും. ആ കാത്തിരിപ്പിലാണ്. കാരണം പ്രധാനമന്ത്രി ഓരോ തവണ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊച്ചിയിലടക്കം സന്ദർശിച്ചപ്പോഴും ഓരോ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജനങ്ങളുടെ വികസനം, അതായത് ഈ കേരളത്തിന്റെ വികസനം മുന്നോട്ട് വെച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഓരോ സന്ദർശനവും ഉണ്ടായിരുന്നത്. അദ്ദേഹം ഓരോ പ്രസംഗത്തിലും സൂചിപ്പിച്ചതുപോലെ വികസനത്തിന്റെ രാഷ്ട്രീയം, അതോടൊപ്പം തന്നെ ഓരോ കാര്യങ്ങളും 400-ലധികം സീറ്റുകൾ നേടുമെന്നുള്ള കാര്യം. മനോജ്, തീർച്ചയായും ഈ 400-ലധികം സീറ്റുകൾ നേടുമെന്ന് പ്രധാനമന്ത്രി ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൃത്യമായി അദ്ദേഹം നൽകുന്ന ഒരു ഗ്യാരണ്ടി ഉണ്ട്, മോദിയുടെ ഗ്യാരണ്ടി. മാത്രമല്ല കൃത്യമായി എന്തൊക്കെ വികസനങ്ങൾ ഓരോ സംസ്ഥാനത്തും നടപ്പാക്കി എന്ന് എടുത്തു പറഞ്ഞുകൊണ്ടാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ അദ്ദേഹം പ്രചാരണം നടത്തുന്നത്. കേരളത്തിലെത്തുമ്പോൾ എന്തൊക്കെ സംസ്ഥാനത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട് എന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത്. മാത്രമല്ല അദ്ദേഹം പറയുന്നുണ്ട്, കേന്ദ്രത്തിലേക്ക് കേരളത്തിൽ നിന്ന് പ്രതിനിധി അയക്കുകയാണെങ്കിൽ കേന്ദ്ര സർക്കാർ കൂടുതൽ സഹായങ്ങൾ സംസ്ഥാനത്തിന് നൽകും, കൂടുതൽ വികസനം കേരളത്തിലേക്ക് എത്തും. അതിന് ഏക പോംവഴി കൂടുതൽ പ്രതിനിധികളെ കേരളത്തിൽ നിന്ന് കേന്ദ്രത്തിലേക്ക് അയക്കുക മാത്രമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമായി തന്നെ ഇറങ്ങുന്നത്. തീർച്ചയായും കേരളത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥികൾ, അതായത് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വച്ചിട്ടുള്ള കരുത്തരായ സ്ഥാനാർത്ഥികളുണ്ട്. അവരൊക്കെ തന്നെ വിജയിച്ചു കഴിഞ്ഞാൽ കൃത്യമായും കേരളത്തിന് ലഭിക്കുന്ന പരിഗണന, അതായത് കേരളത്തിലേക്ക് കൂടുതൽ വികസന പദ്ധതികൾ എത്തിക്കുവാൻ വേണ്ടി സാധിക്കും. അതൊക്കെ നേരത്തെ പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചതാണ്. നേരത്തെ രാജീവ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഓരോ വികസന പദ്ധതികളും അത് പ്രഖ്യാപിച്ച് അത് കഴിഞ്ഞ് അത് നടപ്പിലാക്കുന്നതും അത് ജനങ്ങളിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായി നിരീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സർക്കാർ. ആ സർക്കാരാണ് ഇത്തരത്തിലൊരു ഉറപ്പ് കേരളത്തിലെ ജനതയ്ക്ക് കൊടുക്കുന്നത്. കേരളത്തിൽ നിന്നും ഓരോ പ്രതിനിധികൾ എത്തുമ്പോഴും കൂടുതൽ പ്രതിനിധികൾ എത്തുന്നതിലൂടെ കേരളത്തിന്റെ വികസനമാണ് നമ്മൾ ചർച്ചയാക്കേണ്ടത്. കാരണം കേരളത്തിൽ തീർച്ചയായും മനോജ് തുടരുക. ഇപ്പോൾ അരുൺ ആലത്തൂരും അരുൺ കൊടുങ്ങൂരും കൂടി ചേരുന്നുണ്ട് പാലക്കാട് എന്ന. അരുൺ, ഈ ആവേശം, പ്രധാനമന്ത്രി എത്തുന്നതിന് മുമ്പ് തന്നെ അവിടെ ഉണ്ടായിരുന്ന ആവേശവും അദ്ദേഹം പങ്കെടുത്ത റോഡ് ഷോയിൽ എത്തിയ ജനസഞ്ചയത്തിൻ്റെ ആ ഒരു പ്രതീക്ഷകളുമൊക്കെ നിങ്ങൾ നേരിട്ട് കണ്ടതാണ്, പ്രേക്ഷകരും അത് കണ്ടതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചുകൊണ്ടിരുന്നത് പ്രധാനമന്ത്രി കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമായി തന്നെയുണ്ട്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ അദ്ദേഹം കേരളത്തിലെത്തിയത് 5 തവണയാണ്. 5 തവണ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുത്തു. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ പാലക്കാടും എത്തിയിരിക്കുന്നു. പാലക്കാട് ഒരുപക്ഷേ പാലക്കാട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു റോഡ് ഷോ തന്നെയാണ് പ്രധാനമന്ത്രിക്ക് വേണ്ടി നൽകിയത്. സാധാരണക്കാർ ഉൾപ്പെടെ പ്രധാനമന്ത്രിയെ കാത്തിരിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അവിടെ കാണാൻ കഴിഞ്ഞത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രാജീവ് സൂചിപ്പിച്ചതുപോലെ തന്നെ പാലക്കാട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു റോഡ് ഷോ തന്നെയായിരുന്നു നഗരത്തിൽ ഇന്ന് നടന്നത്. 5 വിളക്ക് മുതൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് വരെയുള്ള 1 കിലോമീറ്റർ ദൂരം രാജ്യത്തിന്റെ പ്രധാന സേവകനെ കാണുന്നതിന് വേണ്ടി 1.5 ലക്ഷത്തിലേറെ ആളുകളാണ് തടിച്ചുകൂടിയത്. എല്ലാവരും പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹമൊക്കെ കടന്നു വരുന്നതിന് മുൻപ്, അതായത് വാഹനത്തിലെ ആദ്യ വാഹന വ്യൂഹത്തിന്റെ ഓരോ വണ്ടികളായി കടന്നു വന്നപ്പോൾ തന്നെ വലിയ രീതിയിൽ മുദ്രാവാക്യം മുഴക്കുകയും ആവേശം അണ പൊട്ടുന്ന കാഴ്ചകളായിരുന്നു നമ്മൾ കണ്ടത്. ഏതായാലും രാജ്യത്തിന്റെ പ്രധാന സേവകൻ ഈ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് ശേഷം ആദ്യമായി കേരളത്തിലെത്തിയത് പാലക്കാടാണ്. ആ ആദ്യ വരവ് അത് തന്നെ വലിയ രാജകീയമായ വരവായി മാറി എന്നുള്ളതാണ്. BJP ക്യാമ്പുകളിലും NDA ക്യാമ്പുകളിലുമൊക്കെ വലിയ ആവേശമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ ഒരു പാലക്കാട്ടെ റോഡ് ഷോ നയിച്ചിരിക്കുന്നത്. ഏതായാലും ഈ റോഡ് ഷോയെ സംബന്ധിച്ചിടത്തോളം അത് BJPയുടെ വിലയിരുത്തൽ വലിയ വിജയമായി തീർന്നു എന്നുള്ളതാണ്. നമ്മുടെ പ്രതിനിധിയായ അരുൺ കൊടുങ്ങൂർ കൂടെ ചേരുന്നുണ്ട്. പാലക്കാട് നമ്മൾ ഇതിനു മുമ്പൊന്നും ഇത്രയും വലിയ പരിപാടി കണ്ടിട്ടുണ്ടാവില്ല. ഇതിനു മുമ്പ് പാലക്കാട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ കോട്ടയിലെ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നതിനായിരുന്നു. പക്ഷേ പൊതുപരിപാടി എന്ന് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം, ആളുകൾക്കൊക്കെ പ്രധാനമന്ത്രി ഇത്രയൊന്നും അടുത്ത് കാണാൻ പറ്റില്ല. പക്ഷേ ഇന്ന് എല്ലാവരും വലിയ സന്തോഷത്തിലായിരുന്നു. കാരണം ഇത്രയും നമ്മൾ TV-യിലും മറ്റുമൊക്കെ കാണുന്ന നാടിന് വേണ്ടി ഇപ്പോഴും സദാസമയം 24 മണിക്കൂറും നാടിന് വേണ്ടി ചെലവഴിക്കുന്ന ആ വ്യക്തിത്വത്തെ വളരെ അടുത്ത് കാണാൻ പറ്റി. അത് വലിയ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തെ BJPക്ക് വലിയ മുന്നേറ്റം സൃഷ്ടിക്കുന്ന കാര്യം തന്നെയല്ലേ? അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. BJPയുടെ ഇതിന് ശേഷം റോഡ് ഷോയ്ക്ക് ശേഷം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ജനം TVയോട് സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ വലിയൊരു ഊർജ്ജം ഉണ്ടായിരിക്കുന്നു. അത് കൃത്യമായി തന്നെ കേരളം തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. ആ തെരഞ്ഞെടുപ്പ് രംഗത്ത് വലിയൊരു മാറ്റം, പരിവർത്തനം കേരളം മോഡിക്കൊപ്പം എന്നുള്ള ഒരു വലിയ
ചിന്താഗതി ജനങ്ങൾക്കിടയിലേക്ക് വന്നിരിക്കുന്നു. ഇന്ന് വന്നതിൽ പാർട്ടി പ്രവർത്തകർ മാത്രമല്ല, സാധാരണപ്പെട്ട ആളുകൾ, അതായത് നരേന്ദ്രമോദിയെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ വന്നിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വികസന പദ്ധതികൾക്ക് നേർസാക്ഷ്യമായവർ അല്ലെങ്കിൽ അതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിച്ച ആളുകൾ വന്നിരിക്കുന്നു. അത്തരത്തിൽ BJPയെ സംബന്ധിച്ചോളം, NDAയെ സംബന്ധിച്ചോളം ഇന്നത്തെ ഈ പരിപാടി ഏറ്റവും വലിയ ഒരു വിജയമായി തന്നെ അവർ കാണുകയാണ്. കാരണം പ്രതീക്ഷയിലപ്പുറത്തേക്കുള്ള ആളുകൾ, അദ്ദേഹത്തെ കാണാവുന്ന എല്ലാ ഇടങ്ങളിലും തിങ്ങി നിറഞ്ഞുള്ള ആളുകൾ, അത് അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഊർജ്ജവും അതോടൊപ്പം തന്നെ പ്രചോദനവും എല്ലാം തന്നെ വരുന്ന നാളുകളിലേക്ക് വലിയ പ്രചോദനവും നൽകുന്ന വലിയൊരു പരിപാടി തന്നെയായിരിക്കും. തെരഞ്ഞെടുപ്പിന് പ്രഖ്യാപിച്ചതിന് ശേഷം അതിനു മുമ്പ് പത്തനംതിട്ട വന്നിരുന്നു. പത്തനംതിട്ടയിലും സമാനമായ ഒരു ആവേശം. പക്ഷേ നരേന്ദ്രമോദിയെ ഏറ്റവും അടുത്ത് കാണുക എന്നുള്ള, നമുക്കറിയാം അദ്ദേഹവും വലിയ ആവേശത്തിലായിരിക്കും. പ്രവർത്തകർ എറിഞ്ഞ ആ പൂക്കൾ തിരിച്ച് പ്രവർത്തകർക്ക് നേരെ എറിയുന്ന ഒരു കാഴ്ചക്കാരെ കണ്ട്, അതായത് എങ്ങും മോഡി എന്നുള്ള ഒറ്റ വിളികൾ വലിയ ആവേശത്തോടെ പാലക്കാട് കണ്ടിരിക്കുന്ന, അല്ലെ എന്നെക്കാൾ കൂടുതൽ അരുണിനെ അറിയായിരിക്കും, പാലക്കാട് കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ പരിപാടിയായി, അല്ലെങ്കിൽ ചരിത്രത്തിൽ എഴുതാവുന്ന ഒരു വലിയ പരിപാടിയായി മാറി. BJP ക്യാമ്പിന് വലിയ ആവേശം നൽകുന്നു. ഇവിടുത്തെ C. കൃഷ്ണകുമാർ NDA സ്ഥാനാർത്ഥി കൂടി ആ സമയത്ത് നമ്മളോടൊപ്പം പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് വലിയ ആവേശം നൽകുന്ന ഒരു യാത്ര അല്ലെങ്കിൽ ഒരു പര്യടനം തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ BJPയെ സംബന്ധിച്ചോളം, NDAയെ സംബന്ധിച്ചോളം ഇന്നത്തെ പരിപാടി ഒരു സമാനതകളില്ലാത്ത ഒരു ആവേശം ഉണ്ടാക്കിയിരിക്കുന്നു. പ്രവർത്തകർക്കിടയിൽ വലിയ ആവേശം ഉണ്ടാക്കിയിരിക്കുന്നു. മുന്നോട്ട് വലിയ ഒരു ആവേശത്തോടെ മുന്നോട്ട് പോകാനുള്ള ഊർജ്ജം നൽകിയിരിക്കുന്നതാണ് ഏറ്റവും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നല്ല പണിയെടുക്കാതെ നിവർത്തിയില്ല എന്നുള്ള അവസ്ഥയാണ് BJP അല്ലേ? അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏതായാലും വലിയൊരു ഉത്തരവാദിത്വം പ്രവർത്തകർക്കിടയിലേക്ക് വന്നു. നരേന്ദ്രമോദി തന്നെ ഈ റോഡ് ഷോ നടത്തിക്കൊണ്ട് ഈ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ഔദ്യോഗികമായ തുടക്കം. BJPയെ സംബന്ധിച്ചോളം കേരളത്തിൽ പ്രതീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഒന്നാണ്. എല്ലാ മണ്ഡലങ്ങളിലും ത്രികോണ മത്സരം നടക്കുന്നെങ്കിൽ ഏറ്റവും സുപ്രധാനമായ ഒരു മണ്ഡലം, A ക്ലാസ് മണ്ഡലം, അതോടൊപ്പം തന്നെ ഏറ്റവും കരുത്തനായ സ്ഥാനാർത്ഥി, മണ്ഡലത്തെ അറിയുന്ന സ്ഥാനാർത്ഥി, ഒരുപാട് ജനക്ഷേമ പദ്ധതികൾ കേന്ദ്ര സർക്കാരിൻ്റെ അടക്കം അതോടൊപ്പം തന്നെ നഗരസഭയിലടക്കം നടത്തിയ C. കൃഷ്ണകുമാർ എന്നുള്ള ഒരു വലിയ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിക്കൊണ്ട്, കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിക്കൊണ്ട് ബൂത്ത് തലത്തിൽ വരെ പ്രവർത്തകർക്ക് നേരിട്ടറിയാവുന്ന ചേട്ടായി എന്ന് വിളിക്കാൻ സാധ്യതയുമുള്ള ഒരു സ്ഥാനാർത്ഥി. അങ്ങനെ ഒരുപാട് അനുകൂലമായ ഘടകങ്ങൾ ഈ ഒരു മണ്ഡലത്തിൽ NDAയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിയുടെ ഈ വരവ്, ഈ കാര്യങ്ങൾ തന്നെയാണ് NDAയെ സംബന്ധിച്ചോളം ഏറ്റവും ആവേശം നൽകുന്നതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും അത് വരും ദിവസങ്ങളിൽ വോട്ടായി മാറും, അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷ തന്നെയാണ് ഉണ്ടായിരുന്നത്. നമുക്കറിയാം കനത്ത ചൂടാണ് ഈ ഒരു സമയം, ഉച്ച സമയത്താണ്. പ്രായഭേദമന്യേ പ്രായമായവരുണ്ട്, കുട്ടികളുണ്ട്. നരേന്ദ്രമോദി എന്നുള്ള ഒറ്റ ടാഗ് ലൈനിന് മുന്നിലേക്ക് അവരെല്ലാം അണിനിരക്കുന്നു. കേരളത്തിന് നൽകിയ വികസന പദ്ധതികൾ, അതോടൊപ്പം തന്നെ ജനക്ഷേമ പദ്ധതികൾ, ലോക നേതാവായി മാറിയ അത്തരത്തിലുള്ള ഒരു കരീഷ്മയിലേക്ക് ഈ നാടൊന്നാകെ മാറുന്നു. കേരളത്തിൻ്റെ ചരിത്രം അത് പുതുചരിത്രമായി മാറുകയാണ്, അല്ലെങ്കിൽ നരേന്ദ്രമോദിക്കൊപ്പം നിൽക്കുന്നു.